ഹലോ ഗൈസ്, അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മിസ്റ്റ് മൈറ്റ് മാഹിം എന്ന് പറഞ്ഞ മാൻവയുടെ ചാപ്റ്റർ 5 and 6 ആണ്. വീഡിയോക്കെടുക്കുമ്പോൾ നമ്മുടെ ചാനൽ ആരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ലൈക്ക് കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോക്ക് എടുക്കാം. എടാ, ആദ്യം ആരെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് പോടാ. ഞങ്ങളോട് പുറത്തു പോകാൻ പറയാൻ താൻ ആരോട് എന്ന് ഗോച്ചാൻ ചോദിക്കുകയാണ്. നിങ്ങളിപ്പോൾ പോയില്ലേ, ഇവിടെ വലിയ പ്രശ്നം. ഇനി മാൻ മാസ്റ്ററിന്റെ അടുത്ത് നിൽക്കുന്ന ചിയോണിയാണ് കാണിക്കുന്നത്. ഇതെന്തോ ഒരു മർഡറസ് എനർജി വരുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന്. പെട്ടെന്നാണ് എനർജി റാപ്പിഡ്ലി ഇൻക്രീസ് ആവാൻ തുടങ്ങിയത്. മാനൻ മാസ്റ്ററിനെ ആ ഈവിൾ എനർജി എടുത്തിരിക്കുന്നു. ആ സ്ട്രിങ് അദ്ദേഹം പൊട്ടിക്കാത്ത രീതിയിൽ നിങ്ങൾ രണ്ടാളും പോയി അവരെ പിടിച്ചു വെക്കൂ എന്നാ സൈമൻ പറയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അവർ പിടിച്ചു വെക്കുകയും സൈമൻ ആണെങ്കിൽ ആ ടാലിസ്മാൻ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഒത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരിപ്പോൾ മുമ്പത്തേതിനേക്കാൾ സ്ട്രോങ്ങർ ആയിരിക്കുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ഗോച്ചാന്റെ കൈമേ കയറി പിടിക്കുന്നത്. അനങ്ങാതിരി, അല്ലെങ്കിൽ ആ എനർജി നിന്നെയും കൂടെ കൺസ്യൂം ചെയ്തു കളയും. പെട്ടെന്നാണ് ചിയോൺ അങ്ങോട്ട് വന്ന് മാനൻ മാസ്റ്ററുടെ കൈ തന്നെ അങ്ങ് രണ്ടായി അറുത്ത് കളയുന്നത്. ഇത് കണ്ടതും ഗോച്ചാനും സൈമണും ഒരേപോലെ ഞെട്ടാണ്. ശേഷം ചിയോൺ നേരെ കുതിച്ചുപോയി ആ മാനൻ മാസ്റ്ററിന്റെ രണ്ടാമത്തെ കൈ അങ്ങോട്ട് അറുത്ത് കളയുന്നുണ്ട്. ഇവൻ ശരിക്കും ഒരു മോൺസ്റ്റർ ആണ്. ശേഷം അവിടെ കാണുന്ന മാനർ മാസ്റ്ററിന്റെ രണ്ട് കൈയിലും ചിയോൺ ആ ടാലിസ്മാൻ ഒട്ടിക്കുന്നുണ്ട്. മാനർ മാസ്റ്ററിന്റെ കൈയും പോയി എന്റെ ജോലിയിൽ ഞാൻ പരാജയപ്പെടുകയും ചെയ്തു. എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു സോഡ് വന്നത്. അല്ല, ഇതെല്ലാം എന്താണ്? എങ്ങിലോട്ട് എന്താണ് മാനർ മാസ്റ്ററിന് ശരിക്കും പറ്റിയത്? അതെനിക്കറിയില്ല. പറയുന്നോ ചാവുന്നോ? പറയാം. മാനർ മാസ്റ്റർ ചാവണമെന്ന് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്കാണ് മാനർ മാസ്റ്റർ ചാവണമെന്ന് ഇത്ര ആഗ്രഹം? അത് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ആ ആളാണോ? ദ ഫസ്റ്റ് ലേഡി സിയോക്ക്. അവരാണ് മാനർ മാസ്റ്ററിനെ ഇങ്ങനെയാക്കാൻ എന്നോട് പറഞ്ഞത്. അവരാണ് എന്നോട് മാനർ മാസ്റ്ററിന്റെ സീക്രട്ട് മാനുവലും അതുപോലെ തന്നെ മാസ്റ്റർ സീലും കണ്ടുപിടിക്കാനും വേണ്ടി പറഞ്ഞത്. മാനർ മാസ്റ്റർ മരിച്ചാൽ അടുത്ത മാനർ മാസ്റ്റർ ദ ഫസ്റ്റ് സൺ ആയിരിക്കും. ഞങ്ങളോട് നമുക്ക് എങ്ങനെയെങ്കിലും ആ മാനർ മാസ്റ്ററിനെ രക്ഷിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മാനർ മാസ്റ്ററിന്റെ സീക്രട്ട് മാനുവലും അതുപോലെ തന്നെ ആ സീലും കണ്ടുപിടിക്കൂ. ഇത് കേട്ട് അവർ രണ്ടുപേരും ഷോക്ക് ആവുന്നുണ്ട്. ഇനി വീണ്ടും ചെയ്യുകയാണെങ്കിൽ മാനർ മാസ്റ്റർ അപകടത്തിലായിരിക്കും എന്ന് ഷൈമൻ പറയുന്നത് കേട്ട് ചിയോൺ വീണ്ടും അവനെ നിർബന്ധിക്കുകയാണ്. ശേഷം ഷൈമൻ ഒരു മന്ത്രപ്പാവ് എടുക്കുന്നുണ്ട്. അല്ല, ഇതെന്താണ്? ഇതാണ് മാനർ മാസ്റ്ററിനെയും ഈവിൾ സ്പിരിറ്റിനെയും തമ്മിൽ കൂട്ടിക്കെട്ടാനുള്ള പാലം. അല്ലെങ്കിൽ മാനർ മാസ്റ്റർ മരിക്കുന്നതായിരിക്കും. ശേഷം അവർ ആ റിച്വൽ ആരംഭിക്കുകയാണ്. ഈ കാണുന്ന സ്ട്രിങ്ങിലാണ് ആ ഡിമോണിക് എനർജി ഉള്ളത്. പെട്ടെന്നാണ് മാനർ മാസ്റ്ററിന്റെ ആ അറ്റുപോയ കൈ ആ പാവ പിടിക്കുന്നത്. മാനർ മാസ്റ്ററിന്റെ ഉള്ളിൽ ആ ബാധ കയറുന്നതും. ഈ മർഡറസ് എനർജി വളരെയധികം സ്ട്രോങ് ആണ്. ഞാൻ ഇനിയും എന്തെങ്കിലും ചെയ്താൽ ഈ ബാധ അവിടെ ഫ്രീ ആവും. പക്ഷെ ഞാൻ പറയുന്നത് ഇവൻ കേൾക്കുന്നില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യും? കുഴപ്പമില്ല. ശേഷം പെട്ടെന്നാണ് ആ ഈവിൾ സ്പിരിറ്റ് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ആരാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇതെന്ത് പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഞാൻ ഇനി ഇതിനോട് ചോദ്യം ചോദിക്കണം. എങ്കിലും എവിടെയാണ് ആ സീക്രട്ട് മാനുവലും ആ സീലും ഉള്ളത്? മെഡിക്കൽ ഹാളിന്റെ അണ്ടർഗ്രൗണ്ടിൽ, ഫ്രണ്ട് സ്റ്റോൺ ഡോറിന്റെ അടുത്ത്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് മെഡിസിൻ ഹാളിലാണുള്ളതല്ലേ? പെട്ടെന്നാണ് ആ പാവ് പൊട്ടാൻ വേണ്ടി തുടങ്ങിയത്. യങ് മാസ്റ്റർ പെട്ടെന്ന് ആ ചുവന്ന നൂല് കട്ട് ചെയ്യൂ. ആ ഈവിൾ സ്പിരിറ്റ് മാനർ മാസ്റ്ററിന്റെ ബോഡി ടേക്ക് ഓവർ ചെയ്യാൻ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചിയോൺ തന്റെ സോഡ് ഉപയോഗിച്ച് ആ നൂല് അങ്ങോട്ട് വെട്ടിക്കളയുന്നുണ്ട്. പെട്ടെന്നാണ് ചിയോന്റെ കാലിൽ അത് കയറി പിടിക്കുന്നത്. ഇത് കണ്ട് ചിയോൺ അന്ന് ഞെട്ടിപ്പോവാണ്. എന്താടാ മോനെ, എനിക്ക് പേടിയാവുന്നുണ്ടോ? ശേഷം ചിയോണ് ആ കൈകളെല്ലാം വന്ന് മൂടുകയാണ്. ശേഷം ഒരു ടാലിസ്മാൻ അവന്റെ നെറ്റിയിൽ വെച്ച് അയാൾ അവനെ സീൽ ചെയ്യാണ്. ഇനി ആ മോൺസ്റ്ററിന്റെ കൺട്രോൾ ഇവനിലേക്ക് പോയിക്കോളും. അങ്ങനെ ഞാൻ എന്റെ തടസ്സങ്ങളൊക്കെ മറികടന്ന് ഇവിടെ വിജയിച്ചിരിക്കുക. പിന്നെ കാണിക്കുന്ന ചിയോന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഞാൻ ഒരിക്കലും നിനക്ക് മാപ്പ് തരില്ല. ഇവനാണ് എന്നെ കൺട്രോൾ എടുക്കാതിരിക്കാൻ വേണ്ടി തടഞ്ഞത്. ഇനി ആ ഓൾഡ് മാന്റെ സ്ഥാനത്ത് ഞാൻ നിന്റെ ബോഡി കയ്യേറും. നീ നിന്റെ മൈൻഡിൽ തന്നെ എന്നേക്കുമായി നിദ്രയിലാഴും എന്നാ ഡീമൺ പറയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ചിയോന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്റെ ആ അപ്പൂപ്പൻ മരിച്ചു കിടക്കുന്നത് കാണുന്ന ചിയോണിയാണ്. നിനക്ക് നിന്റെ ഗ്രാൻഡ് പേ നഷ്ടപ്പെടുത്താൻ അപ്പോൾ തീരെ ആഗ്രഹമില്ലല്ലേ? എങ്കിൽ നീയും അവന്റെ കൂടെ തന്നെ ചെന്നോ. അല്ല, നീ എന്താ ചെയ്യുന്നത് മോനെ? നോക്കുമ്പോ തന്റെ ഗ്രാൻഡ് പ അവിടെ ജീവനോടെ നിൽക്കാണ്. ശേഷം പെട്ടെന്ന് ചിയോൺ അവിടെ പോയി ഗ്രാൻഡ് പേ കെട്ടിപ്പിടിക്കാണ്. അതെ, ശരിയാണ്, ഇത് ശരിയാണ്. ഇവന് തന്റെ ഗ്രാൻഡ് പേയോട് വളരെയധികം സ്നേഹമുണ്ട്. ഇനി നീ അതൊരിക്കലും നഷ്ടപ്പെടുത്തില്ല മോനെ. പെട്ടെന്നായിരുന്നു ചിയോൺ ഒന്ന് തിരിഞ്ഞത്. എന്താണ് ഇത്? പെട്ടെന്ന് ചിയോൺ അവന്റെ മുഖത്ത് കയറി അങ്ങ് പിടിക്കാണ്. നീ എന്താ വിചാരിച്ച് എന്നെ കവിളിപ്പിക്കാമെന്നാണോ? എങ്ങനെയാണ് അവൻ എന്നെ കാണാൻ സാധിക്കുന്നത്? അത് ഇമ്പോസിബിൾ ആണ്. ഇത് ശരിക്കും മനോഹരമാണ്. നീ എന്റെ മരിച്ചുപോയി ഗ്രാൻഡ് പേ വെച്ച് തന്നെ കളിക്കുവോ? അതേപോലെ നീ എന്തോ ഒന്ന് മറന്നു എന്നും കൂടെ തോന്നുന്നുണ്ടല്ലോ. നീ എന്റെ ഗ്രാൻഡ് പേ ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. അതിനുള്ള പ്രതിഫലം നീ ഇവിടുന്ന് വാങ്ങിയിട്ടേ പോവുള്ളൂ. ഇവൻ ആരാണ് ശരിക്കും? ദ ഡേഞ്ചറസ് പ്രീമിയൽ ഡിസയർ. കൊല്ലാനുള്ള അടങ്ങാത്ത വിഭ്രാന്തി. ഈവൻ ഗോഡ്സ് വരെ ഇതിനെ ഭയപ്പെട്ടിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരിക്കലും ഇത് നടക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ഓടാൻ ശ്രമിക്കുകയാണ്. ദൂരത്തേക്ക് ഓടി പോവാണ്. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ഈ ബോഡിയിൽ കയറി പറ്റി. ഇനി പതിയെ അവന്റെ കോൺഷ്യസിലേക്ക് കിടക്കണം.
അങ്ങനെ ആ ഈവിൾ സ്പിരിറ്റ് ഓടി ഓടി ഒരു സ്ഥലത്ത് എത്തുകയാണ്. ഒരു വയൽ. ഇതാണ് അവന്റെ കോൺഷ്യസ് മൈൻഡിലുള്ള സ്ഥലം. അല്ല, ഇതേതാ ഈ ഒരു ഡോർ ഇവിടെ നിൽക്കുന്നത്? ഈ ഡോർ സീൽ ചെയ്ത് വെച്ചത് ചിലപ്പോൾ അത് അവന്റെ മെമ്മറി ആയിരിക്കും. എന്തായാലും ഞാൻ ഈ ഡോർ തുറന്ന് അവന്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കയറണം. എന്താണ് എനിക്ക് ഇവിടെ സംഭവിക്കുന്നത്? ഇതെന്താ? അവൻ എൻ്റെ ആ ബോഡി കൺട്രോളിലെടുക്കാൻ ശ്രമിക്കുകയാണോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ വൈകാതെ അവന്റെ കൺട്രോളിലാവും. ഇതൊരിക്കലും സാധ്യമല്ല, ഇതൊരിക്കലും അനുവദിച്ചു കൊടുത്തൂടാ. ശേഷം ചിയോൺ കണ്ണ് തുറക്കുകയാണ്. അവന്റെ അടുത്ത് നിന്ന് ഒരു ഇമെൻസീവ് ആയിട്ടുള്ള എനർജി വരുന്നുണ്ട്. ഷൈമാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോവാണ്. ഈ എനർജി ശരിക്കും ഇതെന്താണ്? ശേഷം അയാൾ ഒട്ടിച്ച ആ താലിസ്മാനും പൊട്ടിച്ച് ചിയോൺ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പുറകിൽ ഒരു ഡീമോണിക് എനർജിയും വന്ന് ആ ഡീമണി അങ്ങനെ സമൺ ചെയ്യാണ് നമ്മുടെ ചിയോൺ. ദി ഡീമോണിക് മോങ്കിനെ സിംഗട്ട് ചെയ്ത് പിന്നെ നമ്മളെ കാണിക്കുന്നത് സോഡ് മോങ് മാനറിലെ ജാങ് ജിയോണിയാണ്. വേണമെങ്കിൽ മാനർ മാസ്റ്ററിന്റെ വലം കൈ എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോൾ മാനർ മാസ്റ്റർ മരിച്ചതുകൊണ്ട് തന്നെ അയാൾക്ക് വളരെയധികം സങ്കടമുണ്ട്. ഫസ്റ്റ് ലേഡീനെ കണ്ട് ഷൈമൻ ഒരു ഫ്രോഡാണെന്ന് പറഞ്ഞ് സംസാരിച്ചെങ്കിലും അവർ അത് കേൾക്കാൻ കൂട്ടായിട്ടില്ല. സോ മാനർ മാസ്റ്റർ അങ്ങനെ കിടക്കുന്നത് അയാൾക്ക് കാണാൻ സാധിക്കത്തോണ്ട് തന്നെ അയാൾ മാനർ മാസ്റ്ററിന്റെ റൂമിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മളെ പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഇതൊരു സാധാരണ മോൺസ്റ്റർ അല്ല, ഇത് വളരെ ഹൈ ക്ലാസ് ഗ്രേഡിലുള്ള ഒരു മോൺസ്റ്റർ ആണ്. ഹേ ഡീമോണിക് മോങ്ക്, ആ കിളവരി അങ്ങ് പോയി തീർത്തേക്ക് എന്നാണ് ഷൈമിന്റെ നേർക്ക് വിടുകയാണ് അതിനെ. ശേഷം ഡീമോണിക് മോങ്കും അതുപോലെ തന്നെ ഷൈമനും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അവന് ഒരു ഓർഡർ കൊടുത്തപ്പം തന്നെ ഡീമോണിക് മോങ്ക് അത് ചെയ്തു. ഇത് ശരിക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണോ? ഈ ഡീമോണിക് മോങ്ക് എന്ന് പറയുന്നത് ഒരു പ്യുവർ ഈവിൾ ആണ്. പിന്നെ എങ്ങനെയാണ് അത് അവന്റെ ഓർഡർ അനുസരിക്കുന്നത്? സോ പെട്ടെന്നായിരുന്നു ഡീമോണിക് മോങ്ക് ഷൈമന്റെ നേർക്ക് ഒരു അറ്റാക്ക് ചെയ്യുന്നത്. അത് കാരണം ഷൈമൻ അവിടെ നിന്ന് തെറിച്ചു പോവുകയാണ്. ശേഷം ഡീമോണിക് മോങ്ക് ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. എന്നെ വീട് എന്റെ അടുത്തേക്ക് ഒരിക്കലും വരരുത്. മോണിക് മോങ്ക് അലറിക്കൊണ്ട് ആ കിളവിന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ തന്റെ മുമ്പിൽ കണ്ടത് ലിറ്ററലി ഒരു മോൺസ്റ്ററിനെയായിരുന്നു. പെട്ടെന്നായിരുന്നു കുറെ കൈകൾ വന്ന് അവനെ കൊണ്ടുവന്നത്. പ്ലീസ് എന്നെ വിട്. നീ എന്നെ കൊല്ലുന്നത് ഞാൻ നിന്നെ ചതിച്ചതുകൊണ്ടാണോ? ഹേയ്, അതൊരിക്കലുമല്ല. പകരം നീ ആ സീക്രട്ട് മാനുവലിനും സീലിനെയും പറ്റി അറിഞ്ഞില്ലേ, അതുകൊണ്ടാ. ഈ നായ ഇതവൻ തുടക്കം തൊട്ട് തന്നെ പ്ലാൻ ചെയ്യായിരുന്നു. ശേഷം അവിടേക്ക് കുറെ കൈകൾ വന്ന് അവനെ അങ്ങ് തീർക്കാണ്. ഹേയ് ഗോചാൻ, അകത്തേക്ക് വരൂ. ഗോചാൻ അത് വന്ന് കണ്ടതും ഞെട്ടിപ്പോവാണ്. കാരണം അത് ആ ഷൈമന്റെ ചത്ത ശവശരീരമായിരുന്നു. സോ അവിടെ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി മോട്ടിവേഷൻ ലഭിക്കത്തുള്ളൂ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഈ ചാനൽ സൈനിങ് ഔട്ട്.